ഹായ് വെൽക്കം ടു സൈറ്റ് മിറ്റ് അഞ്ജന. ഇത് അഞ്ജനയാണ്. ഇൻട്രോയ്ക്കും ഔട്ട്രോയ്ക്കും ഒരു ഡ്രസ്സ് എടുക്കുക ആദ്യം തന്നെ പറയണം. കാരണം ഞാൻ ഔട്ട്രോ എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഓക്കെ ഞാൻ ഈ വീഡിയോക്ക് ഇൻട്രോ എടുത്തില്ല എന്ന്. അപ്പം ഇന്നത്തെ നിങ്ങൾ തംബ്നെയിലും ക്യാപ്ഷനിലൊക്കെ കണ്ട പോലെ ഒരു സണ്ണി സൺഡേ വ്ളോഗാണ് ഞാൻ പ്ലാൻ ചെയ്തത്. വീഡിയോ എടുത്ത് വെച്ചേക്കുന്ന ഒരു സണ്ണി സൺഡേ വ്ളോഗാണ്. അപ്പം ബേസിക്കലി ഇത് ഞാൻ ഞങ്ങളുടെ മമ്മിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ് എൻ്റെ വീഡിയോ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. കാരണം അമ്മ കാണണം എങ്ങനെയാണ് എൻ്റെ ഒരു സൺഡേ. നാട്ടിൽ വെച്ച് ഞാൻ ഭയങ്കര മടി പിടിച്ച സൺഡേ ആയിരുന്നു. എനിക്ക് ശനി ഞായറും ഭയങ്കര മടി പിടിച്ച ദിവസങ്ങളാണ്. കാരണം അമ്മ അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് ബഹളം വെക്കണം, എഴുന്നേറ്റ് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് അമ്മ ബഹളം വെക്കുമ്പോഴാണ് ഞാൻ കട്ടലിൽ നിന്ന് ചെറുതായിട്ട് 10 മണി 11 മണിയാകുമ്പോൾ പൊങ്ങി എഴുന്നേറ്റ് അമ്മ ഫുഡ് മുന്നിൽ കൊണ്ട് തരും, കഴിക്കും, കൈ കഴുകും, വീണ്ടും TV കാണും, കഴിക്കും. ഇത് തന്നെയായിരുന്നു പരിപാടി. ഇതിന്റെ ബാക്കിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലായിരുന്നു. അപ്പം ഇപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ മമ്മി കാണണം, എൻ്റെ അമ്മ കാണണം. അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോ. അപ്പം നിങ്ങളും പോയി കണ്ടിട്ട് വരൂ എങ്ങനെയാണ് എൻ്റെ ഒരു നോർമൽ സൺഡേ ഓടുന്നത്, എങ്ങനെയാണ് എൻ്റെ നോർമൽ സൺഡേ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പോയി കണ്ടിട്ട് വരൂ. ബൈ. ഒരാഴ്ചത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ റൂമിൻ്റെ അവസ്ഥ ഈ രീതിയിലാവും, ഭയങ്കര മെസ്സായിരിക്കും. ഇത് ഇന്നലെ ശനിയാഴ്ച ലോണ്ടറി ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അലക്കിയതിന് ശേഷം ഞാൻ ഉണങ്ങാൻ വെച്ചാണ്. ഇപ്പോൾ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അടുത്ത ലോണ്ടറിക്കുള്ള തുണികളെല്ലാം ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇനിയും ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഇതും ക്ലീൻ ചെയ്യാനുള്ളതാണ്. പാത്രങ്ങളും എൻ്റെ ഗ്രോസറി സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഞാൻ കിച്ചണിൽ വെക്കാറില്ല. പിന്നെ ഇതെൻ്റെ സ്റ്റഡി ടേബിളാണ്. സ്റ്റഡി ടേബിളിൽ തന്നെയാണ് ഇത് കഴിക്കുന്നതും. അപ്പോൾ കഴിക്കുന്നതിൻ്റെ പാത്രമൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇന്നലെ കഴിച്ചതിൻ്റെയാണ്, ഭാഗ്യമായിരുന്നു ഇന്നലെ നൈറ്റ് അതിൻ്റെ കഴിച്ചതിൻ്റെ പാത്രമൊക്കെ ഇരിപ്പുണ്ട്. ഇതെൻ്റെ മിറർ, ഞാനൊരു സ്റ്റാൻഡിങ് മിറർ എന്നെ റൂമിലായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള മെസ്സാണ്. എല്ലാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കൂട്ടി വെച്ചതായിരുന്നു. ഇതാണ് എൻ്റെ ജനലിൽ നിന്നുള്ള വ്യൂ. ഇത് താഴത്തെ കാണുന്ന ഫസ്റ്റ് ഫ്ലോറൊക്കെ എൻ്റെ ക്ലാസ് റൂംസാണ്. ഞാൻ എൻ്റെ സ്കൂളിൻ്റെ മണ്ടയ്ക്കാനാണ് കേട്ടോ താമസിക്കണേ. സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ വരുന്ന റൂംസ് എല്ലാം വരുന്നത്. ഞങ്ങൾ 20 പേർക്കുള്ള റൂംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ഫസ്റ്റ് ഈ ജനൽ തുറക്കണം എന്നുള്ള പരിപാടി. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പല്ലിയപ്പാണ്. പല്ലിയപ്പും ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകും. ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. ഡെയിലി ചെയ്യും. പിന്നുള്ളത് ഒരു ഡെയിലി ഒരു ക്രീമുണ്ട്. അത് രാവിലെ ഇത്രയും ഞാൻ ഡെയിലി ചെയ്യും. ഒരു നോർമൽ സ്കിൻ കെയർ റൊട്ടീൻ അല്ലെങ്കിൽ ഹൈജീൻ റൊട്ടീൻ്റെ പരമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യും. പിന്നെ വാഷ്റൂം പുറത്തായതുകൊണ്ട് വാഷ്റൂമിൽ ഓൾറെഡി ഞാൻ പോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടികളാണ് ഈ നടക്കണമില്ല. ഞാൻ സാറ്റർഡേ സൺഡേസിൽ ഈസി പീസി ബ്രേക്ക്ഫാസ്റ്റാണ് പ്രിഫർ ചെയ്യാറ്. കാരണം എന്ന് വെച്ചാൽ സൺഡേ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ കുക്കിങ് എനിക്ക് 2-3 ദിവസത്തേക്ക് വേണ്ടിയുള്ള ഫുഡ് ഞാൻ കുക്ക് ചെയ്ത് വെക്കും. അപ്പോൾ സൺഡേ രാവിലെ അതിന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ വലിയ ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല. ഇതാട്ടോ ഞങ്ങളുടെ കിച്ചൺ വരുന്നത്. കിച്ചൺ ഞങ്ങളിപ്പോൾ 12 പേരാണുള്ളത്. 12 പേർ കൂടി ഈ ഒരു കുഞ്ഞ് കിച്ചണാണുള്ളത്. ഇനി 8 പേർ കൂടെ വരാനുണ്ട്. ഇവിടെ 20 പേർക്കുള്ള സ്പേസ് ഉണ്ട് അവൈലബിളാണ്. 8 പേരുടെ വരാനുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കോമൺ ആയിട്ട് ഇപ്പോൾ ഉള്ളത് ഈ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൽ നിറച്ച് സാധനമാണ്. അതിനകത്ത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഒരു പേഴ്സണലായിട്ട് ഒരു വേറെ ഫ്രിഡ്ജ് എല്ലാവരുടെ റൂമിലുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു മൈക്രോവേവ്, ഒരു ടോസ്റ്റർ, ഒരു എഗ്ഗ് ബോയിൽ ചെയ്യണതും ഒരു വാട്ടർ ബോയിലിംഗ് ഉണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മൾട്ടി കുക്കർ. പിന്നെ ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് പ്ലാസ്റ്റിക്, പേപ്പർ, റെസ്റ്റുമുള്ള ഫസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ചത്തേക്കുള്ള മീൽ പ്രിപ്പറേഷന് വേണ്ടിയുള്ള പ്ലാൻ റെഡിയാക്കും. ഗ്രോസറി ഷോപ്പിംഗ്
ഉണ്ട്. ഞാൻ തിങ്കളാഴ്ച ദിവസമാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാൻ റെഡിയാക്കും. അടുത്ത വീക്ക്ലി പ്ലാനർ റെഡിയാക്കും. അടുത്ത വീക്ക് എന്തൊക്കെയുണ്ട്, അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണുള്ളത്, എവിടെയൊക്കെ പോകാനുണ്ട്, ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട്, നോട്ട്സ് എന്തൊക്കെ പഠിക്കാനുണ്ട്, പിന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ ഞാൻ വെള്ളം കുടിക്കുന്നത് ട്രാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ നടക്കാൻ പോകുന്നതിൻ്റെ, ഫുഡ് കഴിക്കുന്നതിൻ്റെ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ട്രാക്ക് ചെയ്യും. അപ്പം അതിൻ്റെയൊക്കെ കൂടി ഞാൻ എഴുതി വെക്കും. ഓരോ ആഴ്ചത്തേക്ക് അങ്ങനെ ഓൾറെഡി സാനിറ്റൈസറിങ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ എല്ലാ ദിവസവും നോക്കും ഇന്ന് ചെയ്യാനുണ്ടെന്ന് നോക്കി ഞാൻ ടിക്ക് ചെയ്ത് വിടും കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച്. ഞാനപ്പം എൻ്റെ ഗ്രോസറി ലിസ്റ്റ് തയ്യാറാക്കി, എൻ്റെ ഫുഡിൻ്റെ ഈ ആഴ്ച മെനു ഞാൻ തയ്യാറാക്കി. വീക്കെൻഡിൽ എന്താണ് ഫ്രിഡ്ജ് ബാക്കി അതും കൂടെ കഴിച്ച് വെക്കാനാണ് മെനുവിനകത്ത്. അതേപോലെ തന്നെ വീക്ക്ലി പ്ലാൻ ഉണ്ട്. എൻ്റെ വീക്ക്ലി പ്ലാൻ പോലെ ഞാൻ പ്ലാൻ സെറ്റാക്കി. അതേപോലെ തന്നെ ഇത് ഞാൻ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എഴുതി വെക്കണം. അപ്പോയിൻമെൻറ്റ്സും എനിക്ക് ചെയ്യണം, ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ തയ്യാറാക്കി എല്ലാം സെറ്റാക്കി വെച്ചു. ഇനി പഠിത്തം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കോമൺ ക്ലീനിങ് ഉണ്ട്. കോമൺ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏരിയയിലൊക്കെ 3-4 ഏരിയസ് ഉണ്ട്. ഒന്ന് വാഷ്റൂം, ഒന്ന് കിച്ചൺ, ഒന്ന് ലോണ്ടറി ഏരിയ, ഒന്ന് ഈ വരാന്തര, ഞങ്ങളുടെ റൂമിലൊക്കെ പോകുന്ന വരാന്തര, 4 ഏരിയ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് സ്കൂളിൽ തന്നെ ഒരു പ്ലാൻ തന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ സ്കൂൾ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കണം. അപ്പം ഞങ്ങൾ ഇപ്പോൾ കറങ്ങി 12 പേരുള്ളത്. ഞങ്ങൾക്ക് 12 പേർ കൂടി ഇത് ഡിവിഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് പോയി നോക്കിയിട്ട് ഈ മന്ത് എനിക്ക് ലോണ്ടറി ഏരിയ ആണ്, വാഷിക്കുഷിയാണ്, വാഷ്റൂം അല്ലെങ്കിൽ വാഷിക്കുഷി എന്ന് പറയും. എനിക്കതാണ്. അപ്പം വീക്ക്ലി 2 തവണയാണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പം അതിങ്ങനെ ശരിക്കും ഡിവിഷൻ ചെയ്ത് വെച്ചാൽ ഇവിടെ ടോയ്ലറ്റ് മാത്രമായിട്ടുണ്ട്. ടോയ്ലറ്റ് ഡൂഷുകളുണ്ട്, ടോയ്ലറ്റ് ഷവർ ഏരിയ ഉണ്ട്, ഷവർ ഏരിയ സെപ്പറേറ്റ് ഉണ്ട്, താഴെ വേറെ ടോയ്ലറ്റ്സ് ഉണ്ട്. അപ്പം ടോയ്ലറ്റ് എല്ലാം കൂടി ഒരാൾക്ക് 2 പേർക്ക് കൊടുക്കും. ടോയ്ലറ്റും വാഷ്റൂം കൂടി വേറെ ഒരാൾക്ക് കൊടുക്കും. വാഷ്റൂം മാത്രമായിട്ട് വേറെ ഒരാൾക്ക്, കിച്ചൺ വേറെ 2 പേർക്ക്, ഈ വരാണ്ട് വേറെ 2 പേർക്ക്, ലോണ്ടറി ഏരിയ 2 പേർക്ക്. അപ്പോൾ എൻ്റെ കൂടെ ലോണ്ടറി ഏരിയ ചെയ്യുന്ന ആൾക്ക് വയ്യാതെ തനിയായിട്ടിരിക്കണം. അപ്പം ഇപ്പോൾ എനിക്ക് വൈകി ആളാണ് ചെയ്യുന്ന ആൾക്ക് വൈകി ആളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ആഴ്ച 2 ദിവസമാണ്. എനിക്ക് ഞാൻ എല്ലാ മൺഡേസാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വെച്ചാൽ സൺഡേസിൽ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. കാരണം പിന്നീട് ഞാൻ ഇപ്പം പിന്നെ മൺഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ വെനസ്ഡേ ആണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ആ ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പിന്നീട് ക്ലീനിങ് പോകാനുള്ള മടി കാരണമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ മൺഡേ ചൂസ് ചെയ്യുന്നത്. സൺഡേ ക്ലീൻ വെച്ചാൽ മൺഡേ ഒന്ന് ചെയ്യണം, ഫ്രീ ആണ്. അപ്പം നമുക്കിനി ആ ലിസ്റ്റ് നോക്കി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് ലിസ്റ്റ് നമുക്ക് പ്രോസസ് നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഉണ്ടല്ലോ കുക്കിംഗ് എങ്ങനെ വീഡിയോ എടുത്തിരുന്ന ആലോചിച്ചു. ഞാൻ 3-4 ദിവസത്തേക്കുള്ള ഫുഡായിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മഷ്റൂം ഉണ്ട്, മഷ്റൂം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ കപ്പക്കുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പാത്രത്തോട് മാറ്റാണ്. ചോറ് വെച്ചിട്ടുണ്ട്. അതും ചോറ് ആറി കഴിയുമ്പോൾ വേറൊരു പാത്രത്തോട് മാറ്റും. ഇത് 2 ദിവസത്തേക്കുള്ള ചോറാട്ടോ. 2 ദിവസത്തേക്ക് ഇത് 2 ദിവസത്തേക്ക് ഇരിക്കും. 6 ദിവസത്തേക്ക് കഴിക്കും. ഇവിടെ എല്ലാവരും നേരത്തെ ചോറ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തു. കണ്ടോ, ഇവിടെ എൻ്റെ വേറെ 2 ഞാൻ കറി കഴിയുമ്പോൾ എടുത്ത് ഉണ്ടാക്കി നേരത്തെ എല്ലാവരും മാറ്റും. അത് പടത്തൊക്കെ കുക്ക് ചെയ്യും. ഇവിടെ എൻ്റെ മീൻകറി മഷ്റൂം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പപ്പടം മറക്കാനുണ്ട്. പിന്നെ ബ്രിഞ്ചാൾ ഞാൻ നേരത്തെ മസാല പറ്റി വെച്ചിട്ടുണ്ട്. ബ്രിഞ്ചാൾ റോസ്റ്റ് ഉണ്ട്. 1 ദിവസത്തേക്കല്ല കേട്ടോ, 2-3 ദിവസത്തേക്കാണ്. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ എന്തൊക്കെ വെച്ച് മാച്ച് പപ്പടം ഉണ്ട്, ഇത് മീൻകറിയാണ്, ചോറ്, കപ്പപ്പുഴുക്കുണ്ട്, ഇത് മഷ്റൂമിൻ്റെത്, ഇത് രസം, പിന്നെ ഇത് വഴുതനങ്ങ റോസ്റ്റ് ചെയ്തത്. ഇത്ര വേണം 2-3 ദിവസത്തേക്ക് കുക്ക് ചെയ്ത് വെച്ചാൽ ഇതിൽ ഇനി റൂമിൽ കൊണ്ടുപോകാം. അതുപോലെ ആണല്ലോ കുക്കിംഗ് കഴിഞ്ഞ് വന്നു. ഇനിയിപ്പം കുളിക്കാൻ പോകും. ഞാൻ കുളിച്ചിട്ട് കഴിക്കത്തുള്ളൂ. പണി മുഴുവൻ തീർത്ത് ഫുഡ് വരെ റെഡി ആക്കി വെച്ചിട്ടേ ഞാൻ കുളിക്കാൻ പോകത്തുള്ളൂ. കാരണം
കുളിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോയാൽ പിന്നെ വീണ്ടും ഡ്രസ്സ് ഫുൾ മണം ഉണ്ടാക്കാൻ ഫുൾ. അതുകൊണ്ട് ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഫുഡൊക്കെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ കുളിച്ചിട്ട് ഓടി വരിക കഴിക്കാം. ഇപ്പം തന്നെ സമയം ഉച്ചര 3:45 4:30 ഇപ്പോൾ സമയം. വൈകിട്ട് 4:30. നാട്ടിലപ്പോൾ 4:30 + 3:30 4 3 7 7 8 മണിയായിട്ടുള്ള നാട്ടിൽ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഉച്ചക്കത്തെ കഴിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ കാരണം ഞാൻ സാധനം അല്ലെങ്കിൽ കയ്യിലാക്കും ദൈവൻ്റെയാണ്. കൈ കഴിക്കാൻ പോകും എനിക്ക് പോലും ഒരു മണമോ എന്തെങ്കിലും അതിന് ഇഷ്ടമല്ല. അതിപ്പോൾ ഞാൻ മുമ്പൊന്നും ചെയ്യുന്നില്ല. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പുറത്ത് പോകും. ഇപ്പോൾ സമയം ഏകദേശം അറൗണ്ട് 5:04 4 അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കഴിച്ച് വീട്ടുകാരെയൊക്കെ വിളിച്ചപ്പോൾ നാട്ടിൽ എത്ര 10:45 10:34 സംതിങ് ആവും. അപ്പോൾ ഞാൻ വീട്ടുകാരെയൊക്കെ വിളിച്ച് വീട്ടുകാർക്ക് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇനി പുറത്തോട്ട് നടക്കാൻ പോകും. ഞാനിവിടെ കപ്പയും തൈരും നമുക്ക് തരുന്നുണ്ട്. തൈര് നല്ല ഫ്രെയിം അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടത്തിൽ നടക്കാനായിട്ട്. സർക്കിസ്റ്റല്ല സന്നെ കൂടുതൽ അഭിപ്രായോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് നല്ല തണുത്ത കാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. തണുത്ത കാറ്റിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ള പാട്ട് കേട്ടോ ഞാൻ നല്ല രസമായിരിക്കും. അപ്പോൾ എവിടെ നിന്ന് 1 2 3 സ്ഥലത്തോടെ നമുക്ക് പോകും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതൊരു പാലമാണ്. ഈ പാലത്തിന് പേര് ഭയങ്കര ഇഷ്ടം. കാരണം കൊള്ളാല്ലേ, ഇവിടെ നിന്നാൽ ഇതിൽ പോകുന്ന എല്ലാ വണ്ടിയും കാണാൻ പറ്റും. കാണിച്ചു തരാവേ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കുഞ്ഞി ബൊക്ക എന്നല്ല പറഞ്ഞേ, ഒരു ഫ്ലവറിൻ്റെ അതുണ്ടാക്കി. ഹായ് കൊള്ളാം അല്ലേ ഫ്രെയിം. സണ്ണി ഡേ ആണ്. അപ്പം ഇങ്ങനെ ഉണ്ടെന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടു. സാധാരണ ഞാൻ കുറച്ച് നേരം കൂടി ഇരിക്കും കേട്ടോ അവിടെ. പക്ഷേ എനിക്കിന്ന് തന്നെ ഈ സൺഡേ വ്ലോഗ് അപ്ലോഡ് ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹം. നാട്ടിലിപ്പോൾ സമയം രാത്രിയൊക്കെ ആയി. പക്ഷെ നാളെ രാവിലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഉച്ചത്തേക്ക് അത് ഇടണമെങ്കിൽ ഞാൻ ഇന്നിരുന്ന് എഡിറ്റ് ചെയ്യണം. അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പോഴേ ഇതിനകത്തോട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ വെച്ചു. ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ പ്ലേ ഗ്രൗണ്ടിലിരുന്ന് കുറച്ച് നേരം ഞാൻ ഔട്ട്രോയോ ഇൻട്രോയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ ഔട്ട്രോയോ ഇൻട്രോയോ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഔട്ട്രോയോ ഇൻട്രോയോ എടുത്തിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോവാം. അപ്പം ഞാൻ ഓടിപ്പോയി ഔട്ട്രോയോ ഇൻട്രോ എടുക്കട്ടെ. വെൽക്കം ബാക്ക്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ ഇൻട്രോയും എൻ്റെ സൺഡേ വ്ലോഗും നിങ്ങൾ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇൻട്രോയ്ക്കും ഔട്ട്രോയ്ക്കും സെയിം ഡ്രസ്സാണ്, വലിയ കാര്യമാക്കണ്ട. അപ്പം ഇതാണ് എൻ്റെ നോർമൽ സൺഡേ. ഇങ്ങനെയാണ് എൻ്റെ എല്ലാ വീക്കിലെ സൺഡേയും പോണേ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമുള്ള മിക്ക സൺഡേയില് ഒരുമാതിരിപ്പെട്ട എല്ലാ സൺഡേയും ഇങ്ങനെ തന്നെയാണ്. ക്ലീനിങ്ങും കുക്കിങ്ങും ആണ്. ബേസിക്കലി മെയിനായിട്ട് കുക്കിംഗ് ആണ്. എൻ്റെ ചുറ്റിനും പല സൗണ്ടുകൾ കേൾക്കും. ഞാൻ കാരണം ഒരു പ്ലേ ഗ്രൗണ്ടിലാണ് ഇരിക്കണത്. അപ്പോൾ പിള്ളേർ കളിക്കുന്നതിൻ്റെ ഓടുന്നതിൻ്റെ ചട്ടിൻ്റെ ഒക്കെ സൗണ്ടാണ്. വീക്ക് ഓഫ് ആണല്ലോ, വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ പിള്ളേർ കളിക്കുന്നതിൻ്റെ സൗണ്ടാണ്. അപ്പം എൻ്റെ സൺഡേ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അറിയാനും ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ചാവ് ചാവ്, ബിച്ച്